പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അഭിമന്യു വധക്കേസിൽ പ്രതികൾ വിചാരണ കോടതിയിൽ ഒരുപക്ഷെ ഹാജരായിരിക്കും. കാരണം ക്യാമ്പസ് ഫ്രണ്ട്, പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ 16 പ്രതികളോട് കഴിഞ്ഞ ദിവസം കോടതി നേരിട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കോടതിക്ക് പുറത്ത് മാധ്യമപ്രവർത്തകർ ഉള്ളതുകൊണ്ട് തന്നെ ഹാജരാകാൻ അസൗകര്യമുണ്ടെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ഇന്ന് നിർബന്ധമായും ഹാജരാകണമെന്നാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സഹിൻ ആന്റണി ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. സഹിൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ പുതിയതായിട്ടൊരു കുറ്റം ചുമത്തിയതുകൊണ്ട് അത് വായിച്ച് കേൾപ്പിക്കുമ്പോൾ പ്രതികളൊക്കെ നേരിട്ട് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. ഈ തങ്ങൾക്ക് നേരിട്ട് ഹാജരാകാൻ കഴിയില്ല, ഒരു അസൗകര്യം പ്രതികൾ അറിയിച്ച പശ്ചാത്തലത്തിൽ അങ്ങനെയല്ല, നേരിട്ട് നിങ്ങൾ ഹാജരാകണം, അത് കേൾക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ 16 പേരും ഹാജരാകാനുള്ള സാധ്യതയാണോ നിലനിൽക്കുന്നത്? സേതു, ഗുഡ് മോർണിംഗ്. സേതു, നമുക്കറിയാവുന്ന പോലെ തന്നെ 2018 ജൂലൈ 2-ാം തീയതിയാണ് അഭിമന്യു ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നത്. ആ കേസിൽ 26 പ്രതികളാണ് ആകെയുള്ളത്. ഈ 26 പ്രതികളിൽ 16 പ്രതികൾക്കെതിരെയാണ് ആദ്യ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ തന്നെ ഒരു വകുപ്പ് കൂടി കൂടുതൽ ചേർത്തിട്ടുണ്ട്. അത് IPC 323 എന്ന അധിക വകുപ്പ് കൂടിയാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുറ്റപത്രം പ്രതികളെ വായിച്ചു കേൾപ്പിക്കേണ്ടിയിരിക്കുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്ന സമയത്ത് പ്രതികൾ 16 പേരും ഹാജരാകേണ്ടതുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ ഈ പ്രതികൾ ഹാജരാകുന്നില്ലായിരുന്നു. അവർ അതിന് കാരണമായി പറയുന്നത് കോടതിക്ക് പുറത്ത് മാധ്യമങ്ങളുണ്ട്, അതുകൊണ്ട് തങ്ങൾക്ക് ഹാജരാകാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു. എന്തായാലും കോടതി കർശനമായി പ്രതികളോട് ഹാജരാകാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇന്ന് പ്രതികൾ എല്ലാവരും തന്നെ ഹാജരാകേണ്ടതായി വരും. അധിക വകുപ്പ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറ്റപത്രം ഇന്ന് ആ പ്രതികളെ കോടതി വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യും. അപ്പോൾ മറ്റൊന്ന്, 2-ാം കുറ്റപത്രം തയ്യാറാക്കുമ്പോൾ ശിക്ഷിക്കുന്ന 10 പ്രതികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും 2-ാം കുറ്റപത്രം തയ്യാറാക്കുക. എന്തായാലും ഈ പ്രതികളെല്ലാവരും തന്നെ ഇപ്പോൾ ജാമ്യം ലഭിച്ച് പുറത്ത് ഉണ്ട്, അല്ലെങ്കിൽ ജയിലിന് പുറത്താണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതികൾ പല ആളുകളും കോടതിയിൽ ഹാജരാകാൻ തയ്യാറാകുന്നില്ലായിരുന്നു. ഇതിനിടയിലാണ് പ്രോസിക്യൂഷൻ ശക്തമായ ഒരു പ്രതിഷേധം കോടതിയെ അറിയിച്ചത്. ഈ പ്രതികൾ ഹാജരാകാതെ കേസ് നീട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ്റെ ആരോപണം. കേസ് 4 മാസത്തിനുള്ളിൽ തീർക്കണമെന്ന് ഹൈക്കോടതി നേരത്തെ വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ 4 മാസത്തിനുള്ളിൽ കേസ് അവസാനിപ്പിക്കണമെങ്കിൽ പ്രത്യേകിച്ചും ഈ കുറ്റപത്രമെല്ലാം വായിച്ചു കേൾപ്പിക്കേണ്ടത്, അതിവേഗത്തിൽ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ പ്രതികൾ ഇതുവരെ ഹാജരാകാൻ തയ്യാറായിട്ടില്ല. ഇന്ന് എല്ലാ പ്രതികളും ഹാജരാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചെയ്തു. ഓക്കെ, ശരി സഹിൻ, ശരി.